അപ്പം ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ചിക്കൻ ചാർക്കോളായിട്ടാണ്. അതായത് നമ്മുടെ കനലിൽ ചുട്ടെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ. അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാക്കലെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ 4 പീസാക്കി എടുത്തതാണ്. അതായത് അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ എടുത്തതാണ്. എന്നിട്ട് ഒരു 2-3 കീറലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പീസിനും. അപ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 5-6 ചെറിയ ഉള്ളി ആണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ്. പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. നമുക്കിതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ്. നമുക്കതും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ പറ്റുന്ന ആൾക്കാർ ഗ്രൈൻഡറിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് അധികമുള്ളതുകൊണ്ട് ചെറിയ ചാറിൽ അരച്ചെടുത്തതാണ്. നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് പറയാൻ വിട്ടുപോയി, ഞാൻ അരച്ചെടുത്ത സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ആ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കൂടി മസാല തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ബാക്കി 4 നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പീസ് ചിക്കനും മസാലയൊക്കെ പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 12 മണിക്കൂർ മുതൽ ഒരു ദിവസം ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ 12 മണിക്കൂറിലധികമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുക്കാക്കി എടുത്താൽ. നമുക്ക് ഇത് നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ കത്തിച്ച് റെഡിയാക്കി വെച്ച കരിയുടെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കനലായതിനു ശേഷം മാത്രം ഈ ചിക്കൻ വെച്ച് കൊടുത്താൽ മതി. പകലായതുകൊണ്ടാണ് അതിൻ്റെ ഒരു കത്തിയ കളർ കാണാത്തത്. നല്ല റെഡ് കളറായിട്ടാണ് അത് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം ആയതിനു ശേഷം മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു 1-2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല. ഒരു 20-25 അല്ലെങ്കിൽ അരമണിക്കൂറിൽ റെഡിയാവും. അപ്പം ഞാനിവിടെ 1-2 പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്നും മാറ്റാം. തുറന്ന് നമ്മുടെ ചിക്കൻ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ നിന്നൊന്ന് ഇളകി വന്നോളും.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.